Good morning, all. Good morning, ma'am. Good morning. നമ്മള് ethical അല്ലെ നമ്മള് ചാപ്റ്റർ ഏതാണ് ethical ഡിഗ്രി അതിന്റെ നമ്മൾ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞു അല്ലെ കുറച്ചും കൂടി ഉള്ളൂ നമുക്ക് കുറച്ച് ആക്ട്സുകളാണ് പൊതുവെ ethical ആൻഡ് ലീഗൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്തായാലും വായിച്ചു നോക്കിയായിരുന്നോ അതൊരു ആക്ടുകളായതുകൊണ്ട് ആ ടേംസ് തന്നെ നമ്മൾ നോക്കി വെക്കണം കുറച്ച് ഭാഗം കൂടി നമുക്ക് എടുക്കാനുള്ളൂ അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ ഒരു കൺസ്യൂമർ വരെയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വരെയാണ് പറഞ്ഞു നിർത്തിയത് ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ അപ്പൊ നമ്മള് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് തുടങ്ങിയാണ് അതായത് അതിന്റെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അതാണ് ഈ ആക്ടിന്റെ പ്രത്യേകത അതായത് ഉപഭോക്താക്കളായ കസ്റ്റമേഴ്സിന് ഉപഭോക്താക്കളായവർക്ക് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം അപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്നത് ദിസ് ആക്ട് കെയിം ഇൻടു ഫോഴ്സ് എന്താണ് വേൾഡ് എക്കണോമിക് ഫോറം 1st September 1987 WEF ഷോർട്ട് ഫോം നോക്കാം WEF ഫുൾ ഫോം ആയിട്ട് പറയുന്നത് വേൾഡ് എക്കണോമിക് ഫോറം ഓക്കെ ഇപ്പോൾ സാമ്പത്തിക വശമാണ് ഇതിൽ കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നത് ദിസ് ആക്ട് കെയിം ഇൻടു ഫോഴ്സ് വേൾഡ് എക്കണോമിക് ഫോറം 1st September 1987 അപ്പം ആ ആക്ടില് വരുന്നത് എന്താണ് സ്റ്റാർട്ട് ചെയ്തത് 1st September 1987 ആക്ടില് പ്രധാനമായിട്ടും കൺസ്യൂമേഴ്സിന് അതായത് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത് നമുക്കറിയാം ഒരു സാധനം മേടിക്കുമ്പോൾ അതിന്റെ ആ വിലയ്ക്ക് അനുസൃതമായ ഗുണങ്ങൾ ഉണ്ടാവണം അത് കൃത്യമായിട്ട് തന്നെ എത്തണം കേസ് ഡാമേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ചെറിയ ചെറിയ സാധനങ്ങൾ പോലെയല്ല വലിയ വില കൂടിയ സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് അത് മേടിച്ച് നമ്മൾക്ക് നമ്മളുടേതായ ഉപയോഗത്തിന് വരുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ നിയമപരമായിട്ട് തന്നെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് അതിന്റെ അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന നിയമങ്ങളാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലുള്ളത് അത് സ്റ്റാർട്ട് ചെയ്തത് എന്താണ് 1st September 1987 ഇത് എന്തിന്റെ ഫോഴ്സോടുകൂടി അതായത് എന്തിന്റെ കീഴിലാണെന്ന് പറയുമ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ കീഴിലാണ് വരുന്നത് ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ് ജസ്റ്റ് മനസ്സിലാക്കുക ദിസ് ആക്ട് കെയിം ഇൻടു ഫോഴ്സ് WEF 1st September 1987 ഓക്കെ advantage minimal cost is involved and the matter is decided within 3 to 4 months അതായത് ഇതിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും നേടിയെടുക്കേണ്ടതുണ്ട് എങ്കിൽ 3-4 മാസത്തിനുള്ളിൽ അതിന് തീർപ്പ് നേടിയെടുക്കാനായിട്ട് സാധിക്കും then provides redressal of for defective goods deficient service unfair trade practices അതായത് നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പരിഹാരങ്ങൾ നേടിയെടുക്കേണ്ടതാണ് ചിലപ്പോൾ ഗുഡ്സിന്റെ ഡാമേജുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ആ സേവനം നമ്മൾ വിചാരിച്ച അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സേവനങ്ങൾ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള റൈറ്റ്സ് നേടിയെടുക്കാനുള്ള അവകാശങ്ങളെല്ലാം ഇതില് പ്രതിപാദിക്കുന്നുണ്ട് അതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഇതിൽ പറയുന്നത് കൺസ്യൂമർ എന്താണ് കൺസ്യൂമർ എന്ന് പറയുന്നു എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻ എന്തെങ്കിലും പരിഗണനകളോട് കൂടിയിട്ട് എന്തെങ്കിലും സേവനം അല്ലെ നമ്മളിപ്പോ ഒരു സേവനം നേടിയെടുക്കണമെങ്കിൽ എന്തെങ്കിലും നമ്മളോട് കൊടുക്കും അല്ലെ ഒരു പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ സേവനമാണെങ്കിൽ എന്താണ് നമ്മളിപ്പോ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും നമ്മൾ സേവനമാണ് അവിടെ നിന്ന് മേടിച്ചെടുക്കുന്നത് അതിന് പകരം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യലി ആയിട്ടുള്ള ആ ഒരു പേയ്മെന്റ് ആണ് അല്ലെ അപ്പൊ ആ ഒരു പേഴ്സൺ കൺസ്യൂമർ എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസ് എന്തെങ്കിലും സേവനങ്ങൾ അവർ നേടിയെടുക്കുന്നു ഫോർ എനി കൺസിഡറേഷൻ
അവർ എന്തെങ്കിലും കൺസിഡറേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും സേവനങ്ങൾ നേടിയെടുക്കും. ഇവിടെ ഹോസ്പിറ്റലാകുമ്പോൾ നമ്മൾ പേയ്മെന്റ്സ് കൊടുത്തിട്ട് ആ സേവനങ്ങളാണ് നേടിയെടുക്കുന്നത്. കൺസ്യൂമർ എന്ന പദം നിന്നാണ് മീൻ ചെയ്തത്. ഇവിടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾ ആവുന്നത് ഇതാണ് പേയ്മെന്റ് കൊടുത്തിട്ട് സേവനം നേടിയെടുക്കുമ്പോഴാണ്. ദെൻ ഡെഫിഷ്യൻസി എന്താണ് ഡെഫിഷ്യൻസിയിൽ പറയുന്നത്? എ ഫാൾട്ട്, imperfection, shortcoming or inadequacy in the quality, nature and manner of a performance of a contract or otherwise in relation to the service. അതായത് ഡെഫിഷ്യൻസി എന്നുള്ള ആ ഒരു വീടില് തന്നെ എന്താണ് ഒരു ദൗർലഭ്യത അല്ലെ? ദൗർലഭ്യത എന്ന് പറയുന്നത് എന്താണ്? ഒരു കരാറുണ്ട്, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കോൺട്രാക്ട് വെച്ചിട്ടാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്, തീരുമാനമെടുക്കുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും കുറവ് ആ കോൺട്രാക്ട് പറയുന്നത് അനുസരിച്ചിട്ട് എന്തെങ്കിലും ഗുണനിലവാരത്തിലോ അല്ലെങ്കിൽ അതേമാതിരി തന്നെ എന്തെങ്കിലും എത്രത്തോളം ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റിയിലൊക്കെ എന്തെങ്കിലും കുറവുകൾ സംഭവിക്കുന്നുണ്ട്, അതാണ് എന്ത് ദൗർലഭ്യത എന്നൊക്കെ പറയുന്നത്. ഫാൾട്ട്, imperfection of a shortcoming or inadequacy in the quality, nature and manner of performance of the contract or otherwise in relation to the service. In case നമുക്കറിയാം സർവീസിന്റെ മീനിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ്സിനനുസരിച്ചിട്ടുള്ള അത്രയും അളവിൽ നമുക്ക് സർവീസ് നേടിയെടുക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ അവിടെ അതെന്താണ്? ഡെഫിഷ്യൻസിയാണ്, അതൊരു ദൗർലഭ്യതയാണ്. ഓക്കെ, അതാണ് ആ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സർവീസ്, ഇതാണ് സേവനം എന്ന് പറയുന്നത്. സർവീസ് ഈസ് എനി പ്രിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിങ് ഫ്രീ സർവീസ്. അതായത് ഫ്രീ ആയിട്ടുള്ള സർവീസുകളെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും പരിഗണനകളെയാണ് ഇന്നത്തെ സേവനം എന്ന് പറയുന്നത്. അതായത് ഒരു ഇതിന്റെ ടേം എന്ന് പറയുന്നത് കൺസ്യൂമർ എന്ന മീനിങ്ങിൽ നമ്മൾ എടുക്കുമ്പോൾ, ഒരു ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന നിലയിൽ അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന നിലയിൽ നമ്മൾ എടുക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടേണ്ടത്? സർവീസാണ്. അപ്പൊ ആ സർവീസ് എന്താണെന്ന് മീൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആരാണ്? പേഷ്യന്റ് ആരാണ്? കസ്റ്റമർ ആണ് അല്ലെങ്കിൽ കൺസ്യൂമർ ആണ്. അപ്പൊ ആ കൺസ്യൂമർ എന്നുള്ള ആ ഒരു ടേം അവർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഡെഫിഷ്യൻസി, ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് കിട്ടാത്ത സേവനങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കുന്ന സേവനത്തിൽ നിന്ന് നമുക്ക് കിട്ടാത്ത സേവനങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ടേം വൈസിൽ അവർ കാണിച്ചിരിക്കുന്നത് ആക്ടിന്റെ കീഴിലുള്ള. ഓക്കെ, ദെൻ നെക്സ്റ്റ് വീണ്ടും പറയുന്നു ടൈം ലിമിറ്റേഷൻ. ടൈം ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു എന്ത് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുന്ന ഒരു നിശ്ചിത പരിധിയുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. എ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ അണ്ടർ CPA. CPA നേരത്തെ പറഞ്ഞതാണ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സിന്റെ അതിന്റെ കീഴിൽ വരുന്ന കോമ്പൻസേഷന്റെ കാര്യങ്ങളാണ്. മസ്റ്റ് ബി ഫീൽഡ് വിത്ത് 3 year. അത് 3 വർഷത്തിനുള്ളിൽ തന്നെ ആ ഒരു ക്ലെയിംസ് എന്തെങ്കിലും നമ്മൾ ഇഷ്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 വർഷത്തിനുള്ളിൽ തന്നെ അത് ക്ലിയർ ഔട്ട് ചെയ്യണമെന്നുള്ളതാണ് ടൈം ലിമിറ്റേഷനിൽ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ക്ലെയിം കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ അത് 3 വർഷത്തിനുള്ളിൽ അതിന് പരിഹാരം നേടിയിരിക്കണം, അതായത് കിട്ടിയിരിക്കണം. അത് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സിൽ നിന്നാണ്, നമ്മൾ ആ ഒരു അണ്ടറിൽ നിന്നാണ് അതിനുള്ള പരിഹാരം നമുക്ക് 3 വർഷത്തിനുള്ളിൽ കിട്ടാനായിട്ടുള്ള സാധ്യത. ദ നാഷണൽ ഫോറം ഡീൽസ് കേസ് 30 lakhs. അതായത് 30 ലക്ഷത്തിലധികം കേസുകൾ കൈകാര്യം ചെയ്യാനായിട്ട് നാഷണൽ ഫോറം വഴി 30 ലക്ഷത്തിലധികം കേസുകൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റേറ്റ് ഫോറം ആണെങ്കിൽ 5 lakhs, ഒരു 5 ലക്ഷത്തിൽ കൂടുതലുള്ള ഇത്തരത്തിലുള്ള ക്ലെയിംസുകളെ കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഡിസ്ട്രിക്ട് ഫോറം അനുസരിച്ചിട്ട് വീണ്ടും അപ് ടു 5 lakhs വരെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ഇതിന്റെ ഇതനുസരിച്ചിട്ട് ഒരു 3 വർഷത്തിനുള്ളിൽ ഇത്രയും എന്താ കേസുകൾ കൈകാര്യം ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഇങ്ങനത്തെ ക്ലെയിംസ് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും അവര് ആ ഒരു ടൈം ലിമിറ്റേഷൻസ് കാണിക്കുന്നത്. എന്താണ് നാഷണൽ ലെവലാണെങ്കിൽ 30 ലക്ഷത്തിലധികം ഉള്ള കേസുകൾ, അതിൽ അത്രയും കേസുകൾ കൈകാര്യം ചെയ്തെടുക്കാൻ സാധിക്കും. സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ 5 ലക്ഷത്തിലധികമുള്ള കേസുകൾ ഇത്രയും 3 വർഷത്തിനുള്ളിൽ പരിഹാരം നേടിയെടുക്കാൻ സാധിക്കും. ഡിസ്ട്രിക്ട് ഫോമിലാണെങ്കിൽ അതാണെങ്കിൽ 5 ലക്ഷത്തിലധികമുള്ള അപ് ടു 5 ലക്ഷം വരെയുള്ള കേസുകൾ നമുക്ക് ഇതുമൂലം ഈ വർഷം 3 വർഷത്തിനുള്ളിൽ നമുക്ക് കേസ് ഫയൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഒരു ടൈം ലിമിറ്റേഷൻസ് കാണിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ കേസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ സർവീസ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ
കൺസ്യൂമർ എന്ന പരിഗണന കിട്ടിയില്ലെങ്കിലും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇത്രയും വർഷത്തിനുള്ളിൽ ഇത്രയും കേസുകൾ കൈകാര്യം ചെയ്തെടുക്കാനുള്ള റൈറ്റ്സ് ആ ആക്ട് അനുസരിച്ച് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഡിഫറൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കുറച്ച് ആക്ടുകളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്ന ആ ടേംസിൽ നമ്മളത് ക്യാച്ച് ചെയ്ത് വെക്കുക. എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. വായിച്ചു നോക്കാം എന്താണെന്നുള്ളത്, മീൻ ചെയ്തെടുത്തേക്കണെന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് കണ്ടിന്യൂ ചെയ്തോട്ടെ. പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. കുറച്ച് ആക്ടുകളും അവകാശങ്ങളൊക്കെയാണ് ഇതിന് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ തന്നെ ക്യാച്ച് ചെയ്ത് പോവുക. പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സിൽ പറയുന്നത് എന്താണ്? റെസ്പെക്ട്ഫുൾ കെയർ, അതായത് നമുക്ക് മാന്യമായ പേഷ്യൻസിന് മാന്യമായ ഒരു പരിചരണം കിട്ടിയിരിക്കുക. നമ്മൾ ഹോസ്പിറ്റലിലെ ഒരു പേയ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്നുള്ള കൺസിഡറേഷനിൽ നമ്മൾ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസ് തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ന്യായമായ ഒരു കെയർ, ഒരു മാന്യമായ പരിചരണം അവിടെ നിന്ന് കിട്ടിയിരിക്കണം. അപ്പൊ ആ റൈറ്റില് നമുക്ക് പേഷ്യൻസിന് അവകാശപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പേഷ്യൻസ് ബിൽ ഓഫ് റൈറ്റ്സിൽ പറയുന്നത്. കംപ്ലീറ്റ് ഇൻഫോർമേഷൻ വിത്ത് റിഗാർഡിംഗ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. അതായത് നമുക്ക് പേഷ്യൻസിന് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ്, ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് രോഗനിർണയം നടത്തിയിരിക്കുന്നത്, അതിന്റെ ഇപ്പോഴത്തെ നിലപാട്, രോഗമനം എങ്ങനെയൊക്കെ എന്നുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസിനും പേഷ്യൻസിന് കിട്ടിയിരിക്കണം. നമുക്ക് കേസുകൾ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ കേസുകൾ എന്തുമായി ബന്ധപ്പെട്ട കൊടുക്കുന്നത്, നമുക്ക് ഇത്തരത്തിലുള്ള റൈറ്റ്സുകളൊന്നും കിട്ടാതെ വരുമ്പോഴാണ് ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നമ്മുടെ കംപ്ലൈന്റ്സ് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടു ഡെഫിഷ്യൻസി അല്ലെ, അവരുടെ ആ സേവനങ്ങൾ നമുക്ക് കിട്ടാതെ വരുമ്പോൾ അങ്ങനെയുള്ള കംപ്ലൈന്റ്സിന് നമുക്ക് പരിഹാരങ്ങൾ, ടൈം ലിമിറ്റേഷൻസ് കാണിച്ചു തന്നു. ആ ടൈമിനുള്ളിൽ നേടിയെടുക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ട് പ്രകാരം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിൽ വരുന്ന അവകാശങ്ങൾ, പേഷ്യൻസിന്റെ അവകാശങ്ങളാണ് പറയുന്നത്. റെസ്പെക്ട്ഫുൾ കെയർ, ഫസ്റ്റ് വൺ പറയുന്നത് മാന്യമായ പരിചരണം നമുക്ക് കിട്ടിയിരിക്കണം. സെക്കൻഡ് വൺ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ വിത്ത് റിഗാർഡിംഗ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. അതായത് നമ്മളുടെ ട്രീറ്റ്മെന്റുമായിട്ട് പേഷ്യന്റ് ചെല്ലുമ്പോൾ അവരുടെ ആ ട്രീറ്റ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ രോഗനിർണയം നടത്തിയിരിക്കുന്നത്, എന്താണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്, അതിന്റെ നിലപാട് ഓരോ പ്രാവശ്യം നമ്മൾ കൊടുക്കുമ്പോഴും മെഡിസിൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്, മാറ്റങ്ങളൊക്കെ എങ്ങനെയാണെന്നത് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പേഷ്യൻസിന് കൊടുത്തിരിക്കണം. Then patient has the right to information from doctor before he gives a consent. അതായത് ഡോക്ടറുടെ മുമ്പിൽ നമ്മുടെ പേഷ്യൻസിന്റെ ആ പ്രോബ്ലംസ് ഒക്കെ പറയുമ്പോൾ ഡോക്ടർ പറയുന്ന ഇൻഫോർമേഷൻസ്, അവരുടെ കൃത്യമായിട്ട് തന്ന കാര്യങ്ങൾ അല്ലെ, ആ ഡോക്ടർ എന്താണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്, അതെല്ലാം തന്നെ ഇവർക്ക് കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. ഇപ്പൊ ഡോക്ടർ ഉള്ളിൽ വെച്ചും കൂടെ കുറച്ച് മെഡിസിൻസ് കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ, എന്താണ് രോഗം എന്ന് അവരുടെ ആ ഒരു കൺസെന്റ് അവരുടെ ഇതിൽ നിന്ന് കിട്ടിയിരിക്കണം. കൃത്യമായ രേഖാ മൂലമാണെങ്കിൽ ആ രേഖാമൂലം തന്നെ അത് ഈ പേഷ്യൻസിന് അവകാശപ്പെട്ടതാണ്. Patient has the right to information from a doctor before he gives a consent. The next, right to refuse treatment to the extent permitted by law and to be informed. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് അല്ലെ അനുവദിച്ചിരിക്കുന്ന പരിധി വരെ, നമ്മളുടെ ലോ അനുവദിച്ചിരിക്കുന്ന പരിധി വരെ എന്തെങ്കിലും കാര്യങ്ങൾ നിരസിക്കേണ്ടതുണ്ടെങ്കിൽ റൈറ്റ് ടു റിഫ്യൂസ് ട്രീറ്റ്മെന്റ്. ഇപ്പം ചില ഇതുകളല്ലേ ട്രീറ്റ്മെന്റ് പേഷ്യൻസിനെ കൊണ്ട് പറ്റില്ല, അദ്ദേഹത്തിന്റെ ബോഡി അനുസരിച്ചിട്ട് ചില ട്രീറ്റ്മെന്റ് ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതാണ് പറയുന്നത് എക്സ്റ്റെൻഡ് പാരമീറ്റഡ് ബൈ ലോ ആൻഡ് ടു ബി ഇൻഫോർമഡ്. അത് നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള സേവനങ്ങൾ സാധാരണഗതിയിൽ കിട്ടേണ്ടതാണ്, പക്ഷെ നിങ്ങളുടെ ആരോഗ്യാവസ്ഥ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെന്റ് നൽകാനായിട്ട് സാധിക്കില്ല എന്നുള്ള പെർമിഷൻ. അത് എന്തുകൊണ്ടാണ് ആ ഒരു റെഫ്യൂസ് ചെയ്തിരിക്കുന്നത്, ആ ട്രീറ്റ്മെന്റ് എന്തുകൊണ്ടാണ് നിരസിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അറിയാനുള്ള അവകാശവും പേഷ്യന്റിനുണ്ട്. റൈറ്റ് ടു റിഫ്യൂസ് ട്രീറ്റ്മെന്റ് ടു ദ എക്സ്റ്റെൻഡ് പെർമിറ്റഡ് ബൈ ലോ ആൻഡ് ടു ബി ഇൻഫോർമഡ്.
അത് നമുക്ക് കൃത്യമായിട്ടുള്ള ലോ അനുസരിച്ച് കിട്ടേണ്ട ആ ട്രീറ്റ്മെന്റ് എന്തുകൊണ്ട് നിരസിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പേഷ്യന്റിന് അറിഞ്ഞിരിക്കണം. മെഡിക്കൽ കോൺസിക്വൻസ്, അതായത് അനന്തര ഫലങ്ങൾ അല്ലെ. നമ്മൾ ചില ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഇതിന് ചിലപ്പോൾ ഇന്ന ആഫ്റ്റർ എഫക്ട്സ് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എങ്കിൽ ആ ഡോക്ടർ അത് കൃത്യമായിട്ട് തന്നെ പേഷ്യന്റിനെ അറിയിച്ചിരിക്കണം. ചില മെഡിസിൻസ് കൊടുക്കുമ്പോൾ അല്ലെ, നമ്മൾ ചില ട്രീറ്റ്മെന്റുകൾ അതിന്റെ പാർശ്വഫലങ്ങൾ എന്ന് പറയില്ല, അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും പേഷ്യൻസിനെ കൃത്യമായിട്ട് അറിയിച്ചിരിക്കണം. പിന്നെ റൈറ്റ്സ് ടു പ്രൈവസി, സൈഡ് എഫക്റ്റുകൾ, പാർശ്വഫലങ്ങൾ, സൈഡ് എഫക്റ്റുകൾ കൃത്യമായിട്ട് തന്നെ അവർക്ക് അറിയിച്ചിരിക്കണം. റൈറ്റ് ടു പ്രൈവസി, ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കോർഡ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് കോൺഫിഡൻഷ്യൽ. നമ്മൾ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെ, നമ്മൾ ഡോക്ടേഴ്സിന് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രൈവസി ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് വെക്കാനുള്ള അവകാശമുണ്ട്. അത് കൊടുത്തിരിക്കുക അല്ലെ. ആ ഒരു അവകാശം നമ്മൾക്കും കൂടി പേഷ്യൻസിനും കൂടി അർഹതപ്പെട്ടതാണ്. ഡോക്ടേഴ്സിന്റെ മുമ്പിൽ ഷെയർ ചെയ്യുന്ന ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, റെക്കോർഡ്സുകൾ, കമ്മ്യൂണിക്കേഷൻസ്, ആശയവിനിമയങ്ങളെല്ലാം പ്രൈവസിയോട് കൂടി കീപ്പ് ചെയ്യാനുള്ള അധികാരം എന്താണ് ഡോക്ടേഴ്സിന് ഉണ്ടായിരിക്കണം. ഇൻ കേസ് എന്തെങ്കിലും വയലേറ്റ് അല്ലെ, അതിലെന്തെങ്കിലും ഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസ് ഫയൽ ചെയ്യാനുള്ള അവകാശം ആർക്കിന്റെ പേഷ്യൻസിന് ഉണ്ട് എന്നുള്ളതാണ്. Then hospital must provide evaluation service and reference as indicated by the urgency of the case. അപ്പൊ നമുക്കറിയാം എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ അല്ലെ, നമുക്ക് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ആക്സിഡന്റോ മറ്റെന്തെങ്കിലും സംഭവിച്ച അർജന്റ് ആയിട്ടുള്ള കേസുകളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് റെഫർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ അവിടെ നിന്ന് എന്ത് സേവനമാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത് അത് മസ്റ്റായിട്ട് കൊടുക്കണം, പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അത് എവാലുവേറ്റ് ചെയ്യണം, അതായത് നിരീക്ഷിച്ചു പോകണം, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതിനുള്ള അവകാശവും പേഷ്യന്റിന് ഉള്ളതാണ് അല്ലെ. എമർജൻസി കേസുകൾ വരുമ്പോൾ ഇൻഡിക്കേറ്റ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്, അർജൻസി ആയിട്ട് വരുന്ന എന്തെങ്കിലും കേസുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളും സേവനങ്ങളും എല്ലാം മസ്റ്റായിട്ട് ഈ രോഗികൾക്ക് പ്രദാനം ചെയ്യണം. അത് ഇവാലുവേറ്റ് വിലയിരുത്തിക്കൊണ്ട് പോകേണ്ടതും രോഗിയുടെ അവകാശം തന്നെയാണ്. Then relationship of a hospital to other hospital where one is being referred to. അപ്പൊ നമ്മള് ഇൻ കേസ് എന്തെങ്കിലും വേറൊരു ഹോസ്പിറ്റലാണ് റെഫർ ചെയ്യുന്നത്, അതും എന്തുകൊണ്ടാണ്, അത് ഏത് ഹോസ്പിറ്റലാണ്, അത് എങ്ങനെയാണെന്നുള്ളത് അല്ലെ. നമുക്ക് അറിയാം ഒരു പേഷ്യന്റിന് കിട്ടേണ്ട സൗകര്യം ആ ഹോസ്പിറ്റല്, മതിയായ സൗകര്യം ഹോസ്പിറ്റലിൽ ഇല്ലാതെ വരുമ്പോഴാണ് മറ്റൊരു ഹോസ്പിറ്റൽസ് ഡോക്ടേഴ്സ് റെഫർ ചെയ്യുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ്, അത് എവിടെയാണ്, മറ്റേത് ഹോസ്പിറ്റൽ അത് എവിടെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അറിയിച്ചിരിക്കണം, ആ പേഷ്യൻസിനെ അറിയിച്ചിരിക്കും. ഇപ്പൊ ഇൻ കേസ് പേഷ്യന്റായ നമ്മൾ അല്ലെ, അത് കസ്റ്റമർ എന്ന നിലയിൽ പേഷ്യന്റായ നമ്മൾ അവിടെ ചെന്ന് അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് കിട്ടിയിരിക്കേണ്ടത് ആ ഹോസ്പിറ്റലിന്റെ കൂടി ഡ്യൂട്ടിയാണ്. അത് ഇൻ കേസ് അവിടെ മതിയായ സൗകര്യം ഇല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കാനുള്ള അധികാരവും അവർക്ക് തന്നെയാണ്. അത് പരിചയപ്പെടുത്തി കൊടുക്കാനും അവര് നിയുക്തമായിരിക്കണം എന്നുള്ളത്. റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്പിറ്റൽ ടു അതർ ഹോസ്പിറ്റൽ വെയർ വൺ ഈസ് ബീയിങ് റെഫേർഡ് ടു. Then right to refuse to take part in research. അതായത് എന്തെങ്കിലും കേസ് റിസർച്ചുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കാനായിട്ട് ചിലപ്പോ രോഗി വിധേയമാകണമെന്നില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഗവേഷണത്തിൽ പങ്കെടുക്കാനായിട്ട് നിഷേധിക്കാനുള്ള അവകാശവും ആർക്കുണ്ട്, രോഗിക്കുണ്ട് അല്ലെ. ചിലര് മെഡിക്കൽ നിങ്ങള് ചിലപ്പോ ആഫ്റ്റർ ഡെത്തിന് ശേഷം നിങ്ങൾ ഗവേഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പാർട്സ് ഉപയോഗിച്ചിരിക്കാനൊക്കെ ആയിട്ട് ചിലപ്പോ പേഷ്യൻസ് ചിലപ്പോൾ എഴുതി തയ്യാറാക്കി കൊടുത്തിരിക്കും. ഇൻ കേസ് അങ്ങനെയൊന്നും കൊടുക്കാതെ തന്നെ ഇപ്പൊ വ്യക്തിയുടെ ഇതുകളെല്ലാം ഗവേഷണത്തിന് ഉപയോഗിക്കാനുള്ള അധികാരം ഒന്നും എന്താണ് ഹോസ്പിറ്റലുകാർക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് നടത്താനായിട്ടുള്ള കാര്യങ്ങൾ നിഷേധിക്കാനുള്ള അവകാശവും ആർക്കുണ്ട്, പേഷ്യൻസിനുണ്ട്. Then right to know appointments, availability of a doctor, continuity of health care demands after discharge. അതായത് നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് അല്ലെ, നമുക്ക് എന്താണ് അപ്പോയിന്റ്മെന്റ്സ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഡോക്ടർ എന്നാണ് ഫ്രീ ആവുന്നത്, നമുക്ക് ഏത് ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് അപ്പോയിന്റ്മെന്റ്സ് കിട്ടണമെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനായിട്ട്. Then continuity of health care demands after discharge, in case discharge ചെയ്തതിനു ശേഷം വീണ്ടും ഈ ഡോക്ടറെ സമീപിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ പേഷ്യൻസിന് അറിയാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ്. Then a right to inspect and receive explanation of a bill.
നമുക്കറിയാം ഹോസ്പിറ്റലാകുമ്പോൾ ബില്ലുകൾ പേയ്മെന്റ് ചെയ്യണം അല്ലെ, നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷൻ അനുസരിച്ചിട്ടാണ് സർവീസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ ബിൽ പേയ്മെന്റ് അത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ആ ബില്ലുകൾ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടാനുള്ള അധികാരവും എന്താണ് കൺസ്യൂമേഴ്സിന് ഉണ്ട് എന്നുള്ളത്. റൈറ്റ് ടു ഹോസ്പിറ്റൽ റൂൾസ്, ഹോസ്പിറ്റലിന്റെ റൂളുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനുള്ള അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാനുള്ള അവകാശം കൂടി എന്താണ് കൺസ്യൂമേഴ്സ് ആയ പേഷ്യൻസിന് ഉണ്ട് എന്നുള്ളത്. ഹോസ്പിറ്റലിന്റെ റൂളുകൾ ഇങ്ങനെയാണ്. ഇപ്പൊ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ഇതിങ്ങനെയായിരുന്നു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂൾ അറിയാത്തത് കൊണ്ടാണ് സംഭവിച്ചെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഹോസ്പിറ്റലുകാരെ തന്നെയാണ്. അപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇന്നതാണ് എന്നുള്ളത് നേരത്തെ കൂട്ടി ഇൻഫോം ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാണ്, ഹോസ്പിറ്റലുകാർക്കുള്ളതാണ്. അത് ഫോളോ ചെയ്യാനായിട്ട് നമുക്കറിയാലോ, ചില ഇതുകളിലെല്ലാം അവര് കൺസെന്റ് ഫോമുകളെല്ലാം ചെയ്തിട്ടായിരിക്കും പേഷ്യൻസിന്റെ റിലേഷനുള്ള അല്ലെ എന്തെങ്കിലും വ്യക്തിയെ കൊണ്ട് മസ്റ്റായിട്ട് ഒപ്പിടിച്ചിട്ടായിരിക്കും ചില നടപടികൾ എടുക്കുന്നത്. അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും അറിയാതെ അത് ഒപ്പിടാതെയാണ് ചില കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ പേഷ്യൻസിന് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലീഗൽ ആക്ഷൻ എടുക്കാനുള്ള അവകാശം. അപ്പൊ ഇതെല്ലാം എന്താണ് നമ്മുടെ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ അവകാശം ആണ് എന്നുള്ള കാര്യങ്ങളാണ് ബിൽ ഓഫ് പേഷ്യൻസ് ബിൽ ഓഫ് റൈറ്റ്സിൽ പറയുന്നത്. ഇനി ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. റൈറ്റ് ടു നോ അപ്പോയിന്റ്മെന്റ്സ് അതാണോ അല്ലേ? ഓക്കെ, അതിൽ പറയുന്നത് റൈറ്റ് ടു നോ അപ്പോയിന്റ്മെന്റ്സ് or availability of a doctor, continuity of a health care, demand after the discharge. അപ്പൊ നമ്മള് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം നമുക്ക് എന്താണ് അപ്പോയിന്റ്മെന്റ്സ്, നിങ്ങളിപ്പോ വീട്ടിൽ ഡോക്ടറെ വന്നോ കാണണോ വേണ്ടയോ എന്നൊന്നും അറിയിക്കാതെയാണ് അവർ വിട്ടെങ്കിൽ എന്താണ്, ഇൻ കേസ് ആ രോഗി അവർക്ക് കൊടുത്ത ഡിസ്ചാർജിന് ശേഷം അവര് പിന്നെ ഡോക്ടറെ കാണാനായിട്ടൊന്നും പോയിട്ടില്ല, ഇൻ കേസ് എന്തെങ്കിലും ടൈപ്പ് കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആക്ഷൻ എന്താണ് ഹോസ്പിറ്റലുകാർക്ക് എതിരെ കേസ് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം കൃത്യമായിട്ട് തന്നെ അവർ ഇൻഫോം ചെയ്തിരിക്കണം ഡിസ്ചാർജ് ചെയ്ത പിന്നെ ഇൻ കേസ് 3 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലോ നിങ്ങളുടെ ഡോക്ടറെ ഒന്ന് കാണണം, അപ്പോയിന്റ്മെന്റ് എടുക്കണം, ഈ ഡോക്ടർ ഇന്ന സമയത്താണ് ഉണ്ടാവുക എന്നുള്ള കാര്യം മുൻകൂട്ടി രോഗിയെ അറിയിച്ചിരിക്കേണ്ടതാണ്. ഇൻ കേസ് അത് അവരെ അറിയിച്ചില്ല എങ്കിൽ രോഗിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേസ് ചാർജ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, രോഗിയുടെ ഇതിനുണ്ട്. ഡോക്ടറിനെതിരെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെതിരെ കേസ് ഫയൽ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. കാരണം കൃത്യമായിട്ട് അവർ ഇൻഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഈ കേസ് നമ്മൾ വീണ്ടും ഡോക്ടറെ കാണേണ്ടതുണ്ട് എങ്കിൽ അതിനനുസരിച്ചുള്ള അപ്പോയിന്റ്മെന്റ്സും ഡോക്ടറിന്റെ അവൈലബിലിറ്റിയും അറിയിക്കേണ്ടത് ആരാണ്, അവരെ ഹോസ്പിറ്റലുകാര് ആണ് എന്നുള്ളതാണ്. 9th റൈറ്റ് ടു റിഫ്യൂസ് ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്, അതായത് റിസർച്ച് നടത്താനായിട്ട് അവർക്ക് വേണമെങ്കിൽ രോഗിക്ക് നിഷേധിക്കാം, റിഫ്യൂസ് ചെയ്യാം, അതിനുള്ള അധികാരമുണ്ട്. റിസർച്ച് നടത്തണോ വേണ്ടേന്ന് കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മള് ചിലപ്പോ ചില ബോഡികള് ചില വ്യക്തികൾ എന്താണ് ബോഡി മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗവേഷണത്തിന് എന്റെ കൂടി ഉപയോഗിക്കാമെന്ന് നേരത്തെ കുട്ടിക്ക് തയ്യാറാക്കി കൊടുത്തിരിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ ബോഡി കൈകാര്യം ചെയ്യാനായിട്ടുള്ള അവകാശമുള്ളൂ. അതിപ്പോ റിഫ്യൂസ് ചെയ്യും, കേസ് അങ്ങനെയൊന്നും എഴുതി കൊടുത്തിട്ടില്ല എങ്കിൽ അത് ഗവേഷണത്തിൽ ഉപയോഗിക്കാനുള്ള അധികാരം അവർക്കില്ല. കാരണം റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്, റിസർച്ചിന് അവരുടെ ചികിത്സ ഇൻ കേസ് ഡെത്തിന് ശേഷം തന്നെയല്ലാട്ടോ ചില ഗവേഷണങ്ങൾ നടത്താനായിട്ട് ചില വ്യക്തികൾക്ക് തയ്യാറാണോ എന്നുള്ളത് നേരത്തെ കൂട്ടി ചില ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ഹോസ്പിറ്റലുകാര് ചിലപ്പോ ചില ഗവേഷണങ്ങൾ നടത്തിയിരിക്കും. അപ്പൊ ആ ഗവേഷണത്തിന് നടത്താനായിട്ട് വില്ലിംഗ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ എഴുതി തയ്യാറാക്കി വേണ്ട പെർമിഷൻ മേടിക്കാതെ അവർക്ക് ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കില്ല, ഹോസ്പിറ്റലുകാർക്ക് ഇല്ല. റിഫ്യൂസ് ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്, പേഷ്യന്റിനുണ്ട്. ഇൻ കേസ് അവരെങ്ങനെ തടയണം, ഞങ്ങൾക്ക് ഈ ട്രീറ്റ്മെന്റ് ഒന്ന് ഗവേഷണത്തിനും കൂടി ഞങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനായിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്
അതിനുള്ള ഒരു പെർമിഷൻ മേടിക്കാൻ, അത് റിഫ്യൂസ് ചെയ്യാനുള്ള, അത് നിഷേധിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? പേഷ്യന്റിന് ഉണ്ട് എന്നുള്ളത്. അത് ഇപ്പോ ഡോക്ടേഴ്സ് അങ്ങനെ ചോദിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഓക്കെ എന്ന് കൊടുക്കേണ്ട ഒരു ഇതൊന്നുമില്ല, വേണമെങ്കിൽ റിഫ്യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൽ എടുത്ത് പറയുന്നത്. റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ചിന് എടുക്കുന്നതിന് നിരസിക്കാനായിട്ടുള്ള അവകാശവും പേഷ്യന്റിന് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പോ ഇനിയുള്ളത് മിസ്ലേനിയസ് ആക്ട്. ഓക്കെ, മിസ്ലേനിയസ് ആക്ട് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽസ്. അതായത് മറ്റ് കുറച്ച് ആക്ടുകളെ കുറിച്ചിട്ടുള്ള നിയമങ്ങളൊക്കെയാണ് പറയുന്നത്. എന്താണ്? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. അതായത് സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്ന രജിസ്ട്രേഷൻ ആക്ട് ആണിത്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 controls the working and the management of institutions established or owned by a charitable trust. അതായത് നമുക്കറിയാം ചാരിറ്റബിൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ചില ഹോസ്പിറ്റലുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, അല്ലാതെ പ്രോഫിറ്റബിൾ എന്നുള്ള ലേബലിലും അതിന്റെയും കൂടി ഒരു പരിഗണനയോട് കൂടിയിട്ടും വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഒന്ന് എന്തിന്റെയാണ് അണ്ടറിലുള്ളത് എന്നുള്ളതാണ് ഇതിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? 1860 പറയുന്നത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആണ്. കൺട്രോൾ ദ വർക്കിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഓൾഡ് ബൈ ചാരിറ്റബിൾ ട്രസ്റ്റ്. ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ആക്ടാണ് ഇത്. ഓൾ ഹോസ്പിറ്റൽസ് ഇൻ ദ വോളണ്ടറി സെക്ടർ ഓഫ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് NGOs, അതായത് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഇൻ മെഡിക്കൽ കെയർ ഫീൽഡ് ഷുഡ് ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. എല്ലാ ഹോസ്പിറ്റലുകളും സ്വമേധയ അല്ലെ ഉള്ള സ്വതന്ത്രമായിട്ട് തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനാണ് രൂപീകരിച്ചിരിക്കുന്നെങ്കിൽ ഈ ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതാണ് ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. ഇനി സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്, അത് വേറൊരു ആക്ട് ആണ്. എന്താണ് അതിൽ പറയുന്നത്? സം സ്റ്റേറ്റ് ഹാവ് enacted their own public charitable trust act which normally controls the detailed working and management of a hospital established by public charitable trust. In such a state the society should also be registered under the state act. അതായത് ഇതില് നിയന്ത്രണത്തിന്റെ ആ ഒരു ഇതല്ലേ, സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ അത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ആക്ട് ആണ് ഇതിൽ വരുന്നത്. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്, അതായത് സംസ്ഥാനത്തിന്റെ ആ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആക്ടിൽ കീഴിൽ വരുന്ന ഇതുകൾ. നമുക്കറിയാം ചില ഹോസ്പിറ്റലുകൾ എന്താണ് ഒരു ഇത്രയും പെർസെന്റേജ് ചാരിറ്റബിൾ ട്രസ്റ്റും പിന്നെ വേറെ പ്രൈവറ്റ് പാർട്ടീസ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇതുകളാണെങ്കിൽ എന്താണ് ഈ അണ്ടർ ആക്ടിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ ചില ഹോസ്പിറ്റൽ നമുക്കറിയാം ചിലവരുടെ സേവനങ്ങളിൽ എന്താണ് കുറച്ച് റിഡക്ഷൻസ് ഉണ്ടാവും, അതായത് നമ്മളുടെ പേയ്മെന്റ്സിന്റെ കാര്യത്തിലൊക്കെ. അപ്പൊ അവരെല്ലാം എന്താണ് ഇതിന്റെയൊക്കെ അണ്ടറിലായിരിക്കും എന്ത് അവരുടെ ആ ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതാണ് സം സ്റ്റേറ്റ് ഹാവ് enacted their own public charitable trust act which normally controls the detailed working and management of hospital established by public charitable trust. അത് കൺട്രോൾ ചെയ്യുന്നത് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകളായിരിക്കും. അതായത് അവരുടെ മാനേജ്മെന്റ് കാര്യങ്ങളും നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അവരായിരിക്കും. ഇൻ സച്ച് സ്റ്റേറ്റ് the society should also be registered under the state act. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്റ്റേറ്റ് ആക്ടിന്റെ അണ്ടറിലാണ് ഇത് സ്ഥാപനം രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി വീണ്ടും പറയുന്നത് ആക്ട് ഇൻ റിലേഷൻ ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓർ നഴ്സിംഗ് ഹോംസ്. അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലൊക്കെ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ആക്ടുകളാണോ ഉള്ളത് there are regional laws in each state controlling the establishment and standards about the hospitals and nursing homes. അതായത് അല്ലെ പ്രാദേശികമായിട്ടുള്ള സ്റ്റേറ്റിന്റെ കൺട്രോളിങ് അവരുടെ പെർമിഷൻ വേണം അല്ലെ. നമ്മളിപ്പോ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ എന്താണ് അതിന്റെയൊക്കെ പെർമിഷൻ വേണം, എന്നാൽ മാത്രമേ അവിടെ നമുക്ക് സ്ഥാപനം തുടങ്ങാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ചില ആക്ടുകളായിരിക്കും ഇതിപ്പോ റീജിയണൽ ആക്ട് ആണെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ലോകളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമ്മളൊരു സ്ഥാപനം സ്ഥാപിക്കണമെങ്കിൽ
ആ നിയമം അനുസരിച്ചിട്ടാണ് അവരുടെ നിയമം അനുസരിച്ച് വിധേയമായിട്ട് മാത്രമേ അത് സ്ഥാപിക്കാനായിട്ട് സാധിക്കൂ. അതിപ്പോ ഹോസ്പിറ്റലിൽ മാത്രമല്ല, എന്താണ് നഴ്സിംഗ് ഹോം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. There are regional laws in each state controlling the establishment and standards about the hospital or a nursing homes. Then Shops and Establishment Act. ഇപ്പൊ നമ്മള് പറഞ്ഞത് നമ്മുടെ നമ്മുടെ നഴ്സിംഗ് ഹോമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ ഒരു പ്രദേശത്ത് സ്ഥാപിക്കുമ്പോൾ ആ ആക്ടിന്റെ കീഴിലായിരിക്കും എന്നുള്ളത്. വീണ്ടും പറയുന്നത് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്, അതായത് വാണിജ്യ ഷോപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്തിന്റെ കീഴിലാണ് വരുന്നത്. എനി എസ്റ്റാബ്ലിഷ്മെന്റ് ലീഗലി കമ്മിങ് അണ്ടർ ദ ഡെഫിനിഷൻ വിത്തിൻ ദ റീജിയണൽ മുനിസിപ്പൽ ജുറിഡിക്ഷൻ ഷുഡ് ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. അതായത് മുനിസിപ്പാലിറ്റിയുടെ പ്രാദേശിക മുനിസിപ്പൽ അധികാര പരിധിയിലാണ് ഷോപ്പുകൾ. നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പൊക്കെ തുടങ്ങണമെങ്കിൽ എന്താണ് അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ പെർമിഷനും അവരുടെ ലീഗൽ നിയമങ്ങൾക്കൊക്കെ വിധേയമായിട്ട് മാത്രമേ അവിടെ തുടങ്ങാനായിട്ട് സാധിക്കൂ. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ലോസ് ആണ്. അതായത് അവിടെ ഇപ്പൊ നമുക്ക് ഒരു ഫാർമസി തുടങ്ങണമെങ്കിൽ എന്താണ് നമ്മൾ ആ ഹോസ്പിറ്റലിന് നിയറസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഫാർമസി തുടങ്ങാം, അല്ലെങ്കിൽ ഒരു വിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ഹോസ്പിറ്റലുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഷോപ്പുകൾ നമുക്ക് തുടങ്ങണമെങ്കിൽ എന്താണ് പ്രാദേശികമായിട്ടുള്ള ഒരു ലോ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. അവര് പറയുന്ന പെർമിഷനും കാര്യങ്ങളോട് കൂടി മാത്രമേ അവിടെ അതൊക്കെ സ്ഥാപിക്കാനായിട്ട് പറ്റുകയുള്ളൂ. The Act is designed to manage the payment of wages, the hours of work, leave holidays, the terms of service, and other working conditions of people who are employed in the shop. അപ്പൊ ആ ഷോപ്പില് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് തൊഴിലാളികളെയും കൂടി അവിടെ നിർത്തേണ്ടതുണ്ട് അല്ലേ. ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾക്കും ചിലപ്പോൾ എന്തെങ്കിലും ഫെസിലിറ്റീസ് ആയിരിക്കും അവര് വിളിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിലും ഈ പെർമിഷൻ നമ്മൾക്ക് മേടിക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് നിയമങ്ങളും കൂടി നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അവിടെയുള്ള എംപ്ലോയീസിന് അവർക്ക് കൃത്യമായിട്ടുള്ള വേതനം കൊടുക്കണം, അവർക്ക് ലീവ് കൊടുക്കണം, അവർക്ക് അതിൻ്റെതായ എന്തെങ്കിലും സേവനങ്ങൾ ഹോളിഡേയ്സ് കൊടുക്കണം, അതേമാതിരി തന്നെ ഇതിന് എത്ര അവിടെ വർക്ക് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് നിയമങ്ങൾ കൂടി നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട്. വെറുതെ പോയി ഒരു ഷോപ്പ് തുടങ്ങാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഈ ആക്ട് പ്രകാരം പറയുന്നത്. ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ എന്താണ് അവിടുത്തെ റീജിയണൽ ആയിട്ടുള്ള പ്രാദേശിക നിയമങ്ങൾക്ക് അനുസരിച്ച് എന്തെങ്കിലും ആക്ടിന്റെ കീഴിലൊക്കെ ആയിരിക്കും നമ്മൾ തുടങ്ങാനായിട്ട് പോകേണ്ടത്. അതോടൊപ്പം തന്നെ എന്താണ് അവിടുത്തെ എംപ്ലോയീസിനും എന്താണ് നമുക്ക് വെറുതെ നമുക്ക് തോന്നുന്ന സാലറീസും അല്ലെങ്കിൽ തോന്നുന്ന ലീവും അല്ല, അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടുള്ള എന്താണ് ലീവുകളും അതേമാതിരി തന്നെ വർക്കിംഗ് അവേഴ്സുകളും വേജസും വേതനവും ഒക്കെ അവർക്ക് പ്രദാനം ചെയ്യേണ്ടത്. Any establishment legally coming under this definition within the regional municipal jurisdiction should be registered under this act. ഈ ആക്ടിന്റെ കീഴിന്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ ഈ ഡെഫിനിഷന്റെ കീഴിലാണ് വരുന്നതെങ്കിൽ the act is designed to manage the payment of wages. ആക്ടിൽ പറയുന്ന മാതിരത്തിലുള്ള വേജസ് ആ വ്യക്തികൾക്ക് തൊഴിലാളികൾക്ക് കൊടുക്കണം, hours of work, leave, holidays, terms of service, ഏത് തരത്തിലുള്ള സേവനങ്ങളാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എത്ര ഹോളിഡേയ്സ് കൊടുക്കണം, എത്ര അവേഴ്സ് വർക്ക് ചെയ്യണം, എന്തുമാത്രം വേതനങ്ങൾ കൊടുക്കണം എന്നുള്ളതൊക്കെ എന്താണ് ആ ഒരു ആക്ടിന്റെ കീഴിൽ ഉണ്ടാകും. അതനുസരിച്ച് തന്നെ അവർക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഷോപ്പിന്റെയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മറ്റൊരു ആക്ട് വരുന്നുണ്ട്. തുടങ്ങിക്കോട്ടെ, ഇതും കൂടെ ഉള്ളൂ. എന്തായാലും നമുക്ക് തുടങ്ങാം. എന്തായാലും ലാസ്റ്റ് ടൈമിൽ സമയം ഉണ്ടാവുമായിരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, മെസ്സേജ് അയച്ചോ. ഇനി നെക്സ്റ്റ് ഉള്ളത് PCPND ആക്ട്. അതിലെന്താ പറയുന്നത്? പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനേച്ചർ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്. എന്താണ് അതിന്റെ ഫുൾ ഫോം? എന്താണ് പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനേച്ചർ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്? പ്രീനേച്ചർ എന്ന് പറയുന്നത് PRENATA. ഇവിടെ വീണ്ടും താഴേക്ക് അത് കൊടുക്കുന്നുണ്ട്. എന്താണ് പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനേച്ചർ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൈനുണ്ട്.
ഷോർട്ട് ഫോം ആയിട്ട് അവിടെ തന്നേക്കുന്നതാണ്. Pre-PC-PNDT Act was approved on 20 September 1994. അതായത് 1994 സെപ്റ്റംബർ 20-ാം തീയതിയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. അത് അംഗീകരിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ ഫോം എന്ന് പറയുന്നത്? ദ പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്. അത് മെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ. അതായത് നമ്മളുടെ എന്തെങ്കിലും അല്ലെ ലൈംഗിക തെരഞ്ഞെടുപ്പ് നിരോധനം, ആ നിയമമാണ് അതുകൂടെ വരുന്നത്. എന്താണ് പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ കുട്ടി ആണോ പെണ്ണോ എന്ന് നിർണയിക്കുന്നതിന്റെ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് അതിൽ പരാമർശിക്കുന്നത്. പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ, അതായത് അത് നിരോധിക്കുക അല്ലെ, ലൈംഗിക തെരഞ്ഞെടുപ്പ് നിരോധിക്കുക എന്നുള്ളതാണ് ഈ ആക്ടില് വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം അല്ലെ, നമ്മൾ ചില ഇതിന്റെ അനുസരിച്ചിട്ട് എന്താണ് ആണാണോ പെണ്ണാണെന്ന് തീരുമാനിച്ചിട്ട് ചിലപ്പോൾ ചിലതിനെയും നമ്മള് ഹത്യ ചെയ്യുന്ന, ഭ്രൂണഹത്യ ചെയ്യുന്ന ആ ഒരു സംവിധാനത്തിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടാണിത്. അത് എന്താണ് സെപ്റ്റംബർ 1994 സെപ്റ്റംബർ 20-ാം തീയതിയാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. The PC-PNDT Act, Pre-Conception and Prenatal Diagnostic Techniques. അതായത് ഗർഭാവസ്ഥയിലായിരിക്കുന്ന കുട്ടിയുടെ ആ ഒരു ലൈംഗിക തെരഞ്ഞെടുപ്പ് നിരോധനം തടയുന്നത്. അതാണ്. ഇനി ഈ സ്റ്റേറ്റ് അപ്രൂവ്ഡ് ടു സ്റ്റോപ്പ് ദ ഫീമെയിൽ feticide that has resulted in a decline in female sex ratio in India. അതായത് ഇന്ത്യയിൽ കൂടുതലായിട്ട് വന്നിരുന്ന, അതായത് പെൺഭ്രൂണഹത്യ, ഫീമെയിൽ ഫെറ്റിസൈഡ് എന്ന് പറയുന്നത് പെൺഭ്രൂണഹത്യ, അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഇത് PC-PNDT ആക്ട്. നമുക്കറിയാം അല്ലെ, ഇപ്പോഴത്തെ കാലത്തൊക്കെ നമുക്കറിയാം അതിലൊന്നും ഇതില്ല. പക്ഷെ ചില സംസ്ഥാനങ്ങളിലെല്ലാം എങ്കിലും എന്താണ് പെണ്ണുങ്ങളാണെന്ന് നേരത്തെ കൂടി ഐഡന്റിഫൈ ചെയ്യാൻ രീതിയിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പെൺഭ്രൂണഹത്യക്ക് സാധ്യതയുള്ളത് കൊണ്ട് ഈ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ആക്ട് അനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള ലിംഗ നിർണയം നടത്താനായിട്ട് പാടില്ല എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് MTP ആക്ട്. MTP ആക്ട് എന്ന് പറയുന്നത് ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് എ പ്രഗ്നൻസി ആക്ട്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് എ പ്രഗ്നൻസി ആക്ട് ആണ് ഇതില്. അതായത് ഇതിലെന്താ പറയാന്ന് വെച്ചാൽ അത് 1971 മുതലുള്ളതാണ്. ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് എ പ്രഗ്നൻസി ആക്ട്. An act to provide for the stoppage of certain pregnancies by registered medical practitioners and for matters linked therewith. അതായത് എന്തെങ്കിലും, അതായത് ചിലപ്പോ ചില പ്രഗ്നൻസികൾ അല്ലെ, അത് ശരിയാണ്, ചിലപ്പോ കുട്ടിക്കും അമ്മയ്ക്കും ഒക്കെ ബുദ്ധിമുട്ടാണ്, ഇനിയും തുറന്നുകൊണ്ട് പോയാൽ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അത് അറിയാൻ, അത് കൃത്യമായിട്ട് തന്നെ ഡോക്ടേഴ്സിന് പേഷ്യൻസിനെ അറിയിക്കാനുള്ള അധികാരം കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആക്ടാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971. അതിൽ പറയുന്നത് an act to provide for the stoppage of certain pregnancies by registered, അതായത് അവരുടെ ആ ഒരു പ്രഗ്നൻസി തടയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇന്ത്യൻ പ്രോബ്ലംസ് ഇഷ്യൂ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുള്ളത് കൊണ്ട് അത് ചില ഗർഭധാരണത്തെ അത് തടയാൻ വേണ്ടിയിട്ടുള്ള, അത് ഈ ആക്ട് പ്രകാരം കൃത്യമായിട്ടുള്ള അല്ലെ, ആക്ടിന്റെ കീഴിലുള്ള കുറെ കാര്യങ്ങൾ മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഡയഗ്നോസ് ചെയ്ത് അത് നിർണയിച്ച് പേഷ്യൻസിനെ അറിയിക്കാനുള്ള അധികാരം എന്താണ് ഡോക്ടേഴ്സിനുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ ആക്ട് എടുത്ത് പറയുന്നത് ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് എ പ്രഗ്നൻസി ആക്ട് 1971. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു 1994 എന്താണ്, അത് പെൺഭ്രൂണഹത്യ തടയുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ലിംഗ നിർണയം എന്നുള്ളത് വേണ്ട എന്നുള്ള ഇത് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ അസുഖം ചില കാര്യങ്ങൾ അല്ലെ, ചില സ്റ്റോപ്പേജ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സർട്ടൈൻ പ്രഗ്നൻസീസ്, ചില മാറ്റേഴ്സ് നമുക്കറിയാം ഡോക്ടേഴ്സിന് അത് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അത് അവര് കൃത്യമായിട്ട് തന്നെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ബൈ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് ഫോർ മാറ്റേഴ്സ് ലിങ്ക്ഡ്. അപ്പൊ അതാണ് ഈ ആക്ടിൽ വന്നിരിക്കുന്നത്, MTP ആക്ട്. Then ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു റൂളുകളാണ് നമ്മൾ നേരത്തെ പഠിച്ച. ഓക്കെ അല്ലെ, ഞാൻ കണ്ടിന്യൂ ചെയ്തോളാം, സമയം തരാം. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചതാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണ്, സ്പില്ലേജ് വേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് റൂൾസ് ആണ്
The Biomedical Waste Management and Handling Rules 1998 come into operation in 1998. Biomedical waste must not be mixed with the other waste. അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് അത് ഡേഞ്ചറസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മറ്റു വേസ്റ്റുകളുമായിട്ട് അത് മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. അതെന്താണ് പ്രത്യേകം തന്നെ ലേബർ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിലാണ് ഹോസ്പിറ്റലിലെ ബയോമെഡിക്കൽ വേസ്റ്റുകൾ നിക്ഷേപിക്കേണ്ടത്. അതെന്താണ് ആ റൂൾസ് അനുസരിച്ചിട്ട് എന്താണ് അതൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട് പ്രത്യേകം സംവിധാനങ്ങളുണ്ട് അല്ലെ. അത് കാണുന്നതല്ല അത് നശിപ്പിച്ച് കളയുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടാവും പാലക്കാട് ഇമേജ് പ്ലാന്റിലാണ് പൊതുവെ ഇത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം ഡിസ്പോസ് ചെയ്യുന്നത്. പിന്നെ അതേമാതിരി തന്നെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റൽ ആൻഡ് ഫോറസ്റ്റ് ഇത് അതിന്റെ കീഴിലാണ് ഇത്തരത്തിലുള്ള ഇതുകളെല്ലാം വരുന്നത്. അങ്ങനെ കുറച്ച് നിയമങ്ങളെല്ലാം എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അതിൽ പഠിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. Biomedical waste must be stored out of containers, bags at the points of generation before its storage, transportation, treatment and disposal. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഇങ്ങനെയുള്ള കുറെ ഇതില്ലേ അത് കുറച്ച് ആക്ടുകളും നിയമങ്ങളും ആണ്. അതിൽ ഒരു റൂൾസ് ആയിട്ട് ഇവരെടുത്ത് വെച്ച് പറഞ്ഞേക്കുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗുമായി ബന്ധപ്പെട്ടതാണ്. അത് നിങ്ങൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. 1998 ഉള്ള ഒരു ബയോമെഡിക്കൽ വേസ്റ്റിന്റെ റൂൾസ് അനുസരിച്ചിട്ട് മാത്രമേ ബയോമെഡിക്കൽ വേസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അത് കൃത്യമായിട്ട് തന്നെ ബയോമെഡിക്കൽ വേസ്റ്റിന് ലേബൽ ചെയ്തിരിക്കുന്ന ബാഗുകൾ തന്നെയാണ് നമ്മൾ വേസ്റ്റുകളെല്ലാം നിക്ഷേപിക്കേണ്ടത്. പിന്നെ അതിനുശേഷം ട്രാൻസ്പോർട്ട് ചെയ്ത് അല്ലെ അത് ഏത് പ്ലേസിലാണ് അത് നശിപ്പിച്ച് കളയാൻ പോകുന്നത് ആ പ്ലേസിലേക്ക് തന്നെ കൊണ്ടുപോയി തന്നെ വ്യക്തമായ രീതിയിൽ തന്നെ അത് നശിപ്പിച്ച് കളയേണ്ടതാണ്. ഇനി വീണ്ടും വരുന്നത് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2021. അതായത് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇത് അല്ലെ ആ സ്വത്ത് ആ ഒരു ഇതിനെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ആക്ട് ആണ് ഇത്. പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ഓഫ് പ്രോപ്പർട്ടി. An act to end violence against the healthcare service person and to prevent damage and loss to property in healthcare service institution and for matters related to. അപ്പൊ ഈ ആക്ടിന്റെ കീഴിൽ അവിടെ വർക്ക് ചെയ്യുന്ന അവിടെ സേവനം ചെയ്യുന്ന പേഴ്സൺസിന് എന്തെങ്കിലും വരാനായിട്ട് അല്ലെ എന്തെങ്കിലും കുട്ടികൾ ഉണ്ടായെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുൻകരുതൽ എന്ന നിലയ്ക്ക് ഈ ആക്ടിൽ പറയുന്ന ആനുകൂല്യങ്ങളെല്ലാം അർഹതപ്പെട്ടതാണ്. അവരെ ഒന്നും എന്താണ് ആക്രമിക്കാനായിട്ടൊന്നും പാടില്ല. അതേമാതിരി തന്നെ ഹോസ്പിറ്റലിനും ഒരുപാട് ഡാമേജസ് പേഷ്യൻസിന്റെ ലെൻസി കൊണ്ട് ചിലപ്പോൾ ഡാമേജസ് ഒക്കെ അല്ലെങ്കിൽ അവര് കൃത്യമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നതെങ്കിലും ചിലപ്പോ എന്താണ് ഹോസ്പിറ്റലില് ഡോക്ടേഴ്സ് നഴ്സുമാരും മാന്യമായ രീതിയിൽ അവർക്ക് ട്രീറ്റ്മെന്റ് എല്ലാം കൃത്യമായ രീതിയിലാണ് നടപ്പാക്കിയെങ്കിലും ചിലപ്പോഴെങ്കിലും എന്താണ് പുറത്തുനിന്ന് അല്ലെ പേഴ്സൺസ് ഒക്കെ എന്താണ് ഹോസ്പിറ്റലിൽ ആക്രമിക്കാറുണ്ട്. അപ്പൊ അതുമായി അവർക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നു, ഹോസ്പിറ്റലുകാർക്ക് ഒരു പരിഗണന കിട്ടുന്നു. അതിന് അവരുടെ സുരക്ഷിതത്തെ മുൻനിർത്തിയിട്ടുള്ള ആക്ട് ആണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ആക്ട് ടു ബാൻ വയലൻസ് അഗേൻസ്റ്റ് ദ ഹെൽത്ത് കെയർ സർവീസ് പേഴ്സൺസ് ആൻഡ് ടു പ്രിവെന്റ് ഡാമേജ്. അതിനെ മുൻകരുതൽ എടുക്കാൻ വേണ്ടി ഡാമേജ് വന്നു കഴിഞ്ഞാൽ ലോസ് ടു പ്രോപ്പർട്ടി ഇൻ ഹെൽത്ത് കെയർ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫോർ മാറ്റേഴ്സ് റിലേറ്റഡ് സർവീസ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആരോഗ്യ പരിപാലന സേവന സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ആക്രമണം നിരോധിക്കുന്നതിനും ആരോഗ്യ സേവന സ്ഥാപനത്തിലെ സ്വത്തുക്കൾക്കുണ്ടാകുന്ന കേടുപാടുകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളാണ് ഇതില് വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിന്റെ അത് പോസ് ചെയ്യാണ്, വായിച്ചു നോക്കാം. ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ.
Next chapter an overview of health and hospital administration ആണ്. ഒരു ചെറിയ ഡൗട്ട് മിസ്ലേനിയസ് ആക്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് ക്ലിയർ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാം. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്റർ ഉള്ളവരെ എടുത്തു വെക്കുക. an overview of health and hospital administration 15 മിനിറ്റ് നമുക്ക് എടുത്തു. വേറെ ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടങ്ങിയെങ്കിലും വെക്കാൻ നോക്കാം. എല്ലാം വലിയ ചാപ്റ്റേഴ്സ് ആണ്. കമ്പ്യൂട്ടറിന്റെയും ചാപ്റ്ററുകളുടെ ഓക്കെ. അപ്പൊ നമുക്ക് മിസ്ലേനിയസ് ആക്ടിന്റെ എന്തോ ഒരു ചോദിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860? എന്താണ് ഇതില് സൊസൈറ്റിയുടെ ഇതില് വരുന്ന ആക്ടുകളാണ് ഇതിൽ പറയുന്നത്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്തറിയാം, ഇപ്പൊ സഹകരണ സ്ഥാപനങ്ങളൊക്കെയാണ്. അപ്പൊ ഉള്ള ചില സഹകരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ പകുതി എന്താണ് ചാരിറ്റബിൾ സൊസൈറ്റിയും കൂടി സേവനം എന്നുള്ള ഇതിലും അതേപോലെ തന്നെ കുറച്ച് പ്രോഫിറ്റബിൾ എന്നുള്ള രീതിയിലും സഹകരിച്ചിട്ടുകൊണ്ട് ചില ഹോസ്പിറ്റലിൽ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് അത്തരത്തിലുള്ള ഇതുകൾ നമ്മൾ എന്തായാലും എന്താണ് സർവീസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അണ്ടറായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യണം. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 controls the working and the management of the institution established or owned by charitable trust. അത് എന്താണ് പ്രധാനമായിട്ടും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് വരുന്നത്. All hospitals in voluntary sector or non-government organization in a medical care field should be registered under this act. ഇതിങ്ങനെ സ്വമേധയാണ് അല്ലെ, സ്വമേധയാണ് ഇങ്ങനത്തെയുള്ള ഓർഗനൈസേഷനുകള് തുടങ്ങുന്നത്. ഗവൺമെന്റിന്റെ ഇതല്ലാതെ തന്നെ സ്വമേധയെ ചില ഇതുകൾക്കല്ലെ സൊസൈറ്റികൾക്ക് ചിലർക്ക് ഒന്നിച്ചു കൂട്ടമായിട്ടൊക്കെ എന്താണ് എന്തെങ്കിലും സ്ഥാപിക്കാം. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് ഇതിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതാണ് എന്താ നമ്മുടെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പറയുന്നത്. ഇനി സ്റ്റേറ്റിന്റെ നമുക്കറിയാം, സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ലൊക്കാലിറ്റിയിലാണ് തുടങ്ങണമെങ്കിൽ എന്താണ് ആ ലൊക്കാലിറ്റിയുടെ ഒരു പെർമിഷൻ വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അവരുടെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് തോന്നിയത് ഇപ്പൊ കുറച്ച് പേഴ്സൺസിന് എന്താണ് സർവീസ് മൈൻഡോട് കൂടിയിട്ട് ഒരു പക്ഷെ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ കൂടി എന്താണ് അത് ഏത് പ്ലേസിൽ തുടങ്ങണമെങ്കിലും അത് മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള ലൊക്കാലിറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അനുസരിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കണം അത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടിന്റെ കീഴിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. Some states have enacted their own public charitable trust act when they normally control the detailed working and management. And of a hospital established by public charitable trust in such a state, the society should also be registered on the state. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാല്ലേ. ഇത് ആക്ടുകളാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ജനറൽ ആയിട്ടുള്ള കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ പേഷ്യൻസിന് അർഹതപ്പെട്ട കുറച്ച് റൈറ്റ്സുകളും കൂടി ഡിസ്കസ് ചെയ്തിരുന്നു. അതുകൂടി നിങ്ങൾ നോക്കി വെക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് പോകട്ടെ, വെറുതെ ഒന്ന് തുടങ്ങി വെക്കാം. An overview of health hospital administration ആണ് ഒരു അതായത് നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഇതാണ് അല്ലെ, മൊത്തത്തിൽ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ കുറച്ച് കൂടുതലുണ്ട്. അത് നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ നമ്മുടെ കുറെ വർക്കുകൾ അല്ലെ, ഹോസ്പിറ്റലിലെ ക്ലറിക്കൽ വർക്കുകളും ധാരാളം ഉണ്ട്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടേഴ്സ് നഴ്സുമാരെ അവരുടെ ഡ്യൂട്ടിയിലൊപ്പം തന്നെ ചില ക്ലറിക്കലായിട്ടുള്ള കുറെ ഇതുകളുണ്ട്. നമ്മൾ പറഞ്ഞു ഗവേഷണം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സെൻസസ് കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്താണ് കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്ന അസുഖം എന്തെന്ന് അറിയാനോ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ ആക്ഷൻ എടുക്കാൻ വേണ്ടി ചിലപ്പോൾ തന്നെ ഗവൺമെന്റ് തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിനെ സമീപിക്കും. അപ്പൊ ഇന്ന കാര്യങ്ങൾ പേഷ്യൻസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ഡെത്ത് റേറ്റ് വരുന്നത്, അങ്ങനെ കുറച്ച് മാറ്റേഴ്സുകളെല്ലാം എന്താണ് ചിലപ്പോൾ അറിയേണ്ടതൊക്കെ ഉണ്ട്. അപ്പൊ പലതരത്തില് ഹോസ്പിറ്റലിനെ കൺട്രോൾ ചെയ്യുന്ന കുറെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ പുറത്തുനിന്ന് കുറച്ച് ലീഗലായിട്ട് നിയമ നടപടികൾക്കോ അല്ലെങ്കിൽ സെൻസസ് കാര്യങ്ങൾക്കോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും അല്ലെ, ഒരു ഭരണഘടന ഉണ്ടാവും. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് നഴ്സുമാരും
അല്ലെങ്കിൽ മറ്റ് അസിസ്റ്റന്റ് സ്റ്റാഫുകളെല്ലാം വർക്ക് ചെയ്യുന്നത് മാതിരി തന്നെ ക്ലറിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങളും എന്താണ് ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നുള്ളതാണ്. ക്ലിനിക്കലായിട്ടുള്ള ഡ്യൂട്ടിയിലൊക്കെ പല കാര്യങ്ങളുണ്ട്. ഇവരുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കേസ് സെൻസസ് സർവേ നടത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്ക് ചേഞ്ചസ് വരുത്താനോ അങ്ങനെയൊക്കെയുള്ള ക്ലിനിക്കലായിട്ടുള്ള കുറെ ഡ്യൂട്ടീസ് ഇവിടെയുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വിവരിച്ചു തരുന്നതാണ്. നമുക്ക് എന്താ നോക്കാം. മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, healthcare management or hospital management is the field that is related to leadership, management and administration of public health systems, healthcare systems, hospital and hospital network in all the primary, secondary and tertiary sector. അതായത് ഇതൊരു വലിയ സെന്റൻസ് ആണ് അല്ലെ. അതില് പറയുന്നത് എന്താണ്, നമ്മളുടെ ആരോഗ്യപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഹെൽത്തുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, പൊതുജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള എന്തെങ്കിലും ഗുണം ചെയ്യുന്ന ഹെൽത്തുമായി ബന്ധപ്പെട്ട പ്രൈമറി തലത്തിലാവും സെക്കൻഡറി തലത്തിലാവും അതേപോലെ തന്നെ ദ്വിതീയ മേഖലകൾ. അതായത് നമ്മള് കണ്ടായിരുന്നല്ലേ, നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിൽ കണ്ടായിരുന്നു എന്താണ് റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും അതേപോലെ തന്നെ ലോക്കാലിറ്റി മുനിസിപ്പാലിറ്റി അതേപോലെ തന്നെ ടൗൺഷിപ്പിലെല്ലാം ഇത് വ്യാപിച്ചിരിക്കുന്ന ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് ഏത് തലത്തിലാണെങ്കിലും എന്താണ് അതിന്റെ ഏത് തലത്തിലാണെങ്കിലും ഇങ്ങനെ ഒരു കുറെ ലീഡർഷിപ്പും മാനേജ്മെന്റ് ഒക്കെ വേണം അവിടെ നടപ്പാക്കണമെങ്കിൽ അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം പൊതുവെ എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന ലേബലിൽ വരുന്നത്. ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന് പല പേരുകളിൽ അറിയപ്പെടാം. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഓർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അങ്ങനെ പല പേരുകളിലും ഇത്തരത്തിലുള്ള ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനെ അറിയപ്പെടാം. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്താന്നുള്ളത് മനസ്സിലാക്കുക. അതായത് പബ്ലിക് പൊതുജനങ്ങളുടെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങള് അത് പ്രൈമറി ലെവലിലും സെക്കൻഡറി ലെവലിലും ടെർഷ്യറി ലെവലിലും അതായത് പ്രാഥമിക തൃതീയ മേഖലകളിലെല്ലാം ഈ പബ്ലിക്കിന്റെ ജനങ്ങളുടെ ആ ഒരു ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളെല്ലാം നടപ്പാക്കി കൊണ്ടുവരേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതും ഒക്കെ ആയിട്ട് അല്ലെ, നിയന്ത്രണത്തിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഓർ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഓർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ എന്നോട് സെന്റൻസ് വായിക്കാം. Health administration, healthcare administration, healthcare management or hospital management is the field that is related to leadership management. അപ്പൊ ഇത്തരത്തിലുള്ള സിസ്റ്റവുമായി ബന്ധപ്പെട്ട ലീഡർഷിപ്പ് അല്ലെ മുന്നോട്ട് എടുക്കണം, എന്താണ് ചെയ്യേണ്ട നടപടികൾ ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ഇൻ ഓൾ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷ്യറി സെക്ടർ. അതായത് നമ്മൾ ഇതിൽ പറയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അവിടെയൊക്കെ ചിലപ്പോൾ പ്രാഥമിക മേഖലയിലൊന്നും എന്താണ് നമുക്ക് ഹോസ്പിറ്റലെല്ലാം അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെ. പ്രാഥമിക മേഖലയിലെല്ലാം അംഗനവാടിയിലൊക്കെ വന്നിട്ടാണ് അവരുടെ ആ ഒരു സേവനം കാഴ്ചവെക്കുന്നത്. വീക്കിലി ഒരു മന്ത്ലി വന്നിട്ട് ഏതെങ്കിലും ഒരു ഡേയ്സിലൊക്കെയാണ് ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത്. അവിടെ ഹോസ്പിറ്റൽ ഇല്ല. അതേസമയം പോലെ തന്നെ ടെറിഷ്യറി വേറെ ഇതികളിലാവുമ്പോൾ എന്താണ് കുറച്ച് പേർക്ക് സംഗമിക്കാവുന്ന ഒരു ഫെസിലിറ്റിയാണ് അവിടെ കൊടുക്കുന്നത്. കുറച്ചും കൂടിയും കഴിയുമ്പോൾ എന്താണ് നമുക്ക് അറിയാം ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റലൊക്കെ പോലെ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ് ആണ്. അപ്പൊ അത് എല്ലാം എന്താണ് മാനേജ് ചെയ്ത് പോകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൂടിയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. ഇനി പറയുന്നു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർമുലേറ്റ്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ് ഫോർ ഓർഗനൈസേഷൻസ് ആൻഡ് ബിസിനസ്. അതായത് ഇത്തരത്തിലുള്ള ഈ ഓർഗനൈസേഷനെ നമുക്കറിയാം പ്രൈമറി ലെവലിലും സെക്കൻഡറി ലെവലിലും നമ്മൾ കണ്ടായിരുന്നു നന്നായിട്ട് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഉണ്ട് പ്രധാനമായിട്ടല്ലേ. അത് നമുക്കറിയാം അംഗനവാടി കേന്ദ്രങ്ങളായിട്ടുണ്ട്, CSF, അങ്ങനെ 3 തലങ്ങളായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു തലങ്ങളിലെല്ലാം ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത്രയും ഫെസിലിറ്റീസ് ആണ് മറ്റേതിന്റെ അല്ലെ നമുക്ക് കിടത്തി ചികിത്സിക്കാൻ പറ്റുന്നത് ആയ കുറച്ച് വ്യക്തികളെയൊക്കെ ഓരോ സെക്ടറിലും അവർ നിയോഗിച്ച് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ ടൈമുകളിൽ നമുക്കറിയാം ശരിയായിട്ടുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും നഴ്സുമാരും തന്നെയായിരിക്കും അവിടെ പോയിട്ട് വിസിറ്റ് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരെല്ലാം എന്താണ് കോർഡിനേറ്റ് ചെയ്ത് ഒപ്പിച്ച് കൊണ്ടുവന്ന് അതേമാതിരി തന്നെ കൺട്രോൾ ചെയ്ത് കുറെ കാര്യങ്ങളെല്ലാം
അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻ ഒക്കെ എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള സേവനങ്ങൾ ആ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലൊക്കെ പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കുന്നു. As a healthcare administrator, it manages the benefit of employees as well as creating a connection between benefits and physicians. അതായത് നമുക്കറിയാം ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ പവറിലിരിക്കുന്ന വ്യക്തി തന്നെയാണ് ഡോക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള സേവനം കാഴ്ചവെക്കുന്നതും പേഷ്യൻസിന്, അതായത് ഓരോ ചിലപ്പോണെങ്കിൽ റൂറൽ ഏരിയയിലുള്ള പേഴ്സൺസിനെ ആയിരിക്കും, അതല്ലെങ്കിൽ അർബൻ ഏരിയയിലുള്ള പേഴ്സൺസിനെ ആയിരിക്കും. നമുക്കറിയാം നഗരപ്രദേശങ്ങളിലോ ഗ്രാമപ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾക്കെല്ലാം എന്ത് സേവനം കാഴ്ചവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സിന് അവരുടെ സേവനത്തിനനുസരിച്ചിട്ടുള്ള ഒരു അല്ലെ, അവര് പൊതുവെ സേവനം ചെയ്യുമ്പോൾ റിട്ടേൺസും കൂടി അവർ ബിസിനസ് ട്രാക്കിലൂടെ നോക്കുമ്പോൾ അവർക്ക് റിട്ടേൺസും കരസ്ഥമാക്കേണ്ടതുണ്ട്. അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതാരാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ആസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ, it manages the benefit of employees as well as create a connection between benefit and physician. These requirements need a broad background in a business skills and specialized knowledge of the healthcare field. അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹത്തിന് അല്ലെ ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് നല്ലൊരു കഴിവുണ്ടായിരിക്കണം, അദ്ദേഹത്തിന് അതിനുള്ള സ്പെസിഫൈഡ് നോളജ് ഉണ്ടായിരിക്കണം, ആ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു സ്കില്ല്, ഒരു പ്രത്യേക കഴിവുകൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. These requirements need a broad background in business skills and specialized knowledge of the healthcare field. ഓക്കെ, അതാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ നെക്സ്റ്റ് പാരഗ്രാഫ് കൂടി നിർത്തോട്ടെ. നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു ഇതും കൂടി നോക്കാം. എന്താണ് നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ആ ഒരു പ്രത്യേകതകൾ അല്ലെങ്കിൽ അവരുടെ ആ തലങ്ങൾ ഏതൊക്കെയാണ്, അവരുടെ പ്രാധാന്യം എന്താണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഓൾസോ ഓഫൺ കോൾഡ് health administration and medical administration, includes making both daily and long-term decisions that indicate the healthcare system's business strategies. അതായത് നമുക്കറിയാം, ഇപ്പൊ ഗവൺമെന്റിന്റെ ആ ഒരു ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാലാണ് നമ്മളിങ്ങനെ അംഗനവാടി അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് അല്ലെ. പ്രൈവറ്റ് പാർട്ടീസിന്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാലും എന്താണ്, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് കുറെ എന്താണ് പ്രൈവറ്റേഴ്സ് ഒക്കെ വന്ന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അവർ പ്രോഫിറ്റബിൾ ആക്കി മാറ്റുന്നുണ്ട്. ചിലരെല്ലാം സേവനം നല്ല സേവനം കാഴ്ചവെക്കുന്നതോടൊപ്പം തന്നെ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്, നേടിയെടുക്കുന്നുണ്ട്. ചിലരെല്ലാം എന്താണ് നമ്മൾ പ്രോഫിറ്റബിളി മാത്രം ലക്ഷ്യവെച്ചുകൊണ്ട് ചില സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാം എന്താണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു റോളുണ്ട്. Healthcare administration, also often called the health administration and medical administration. അവിടെ മറ്റു പേരുകളിലൊക്കെ ഇങ്ങനെ അറിയപ്പെടാം. Includes making both the daily and long-term decisions. അല്ലെ, ദിവസേനയുള്ള അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന തീരുമാനങ്ങളെല്ലാം ഇവര് അവരുടെ ബിസിനസ് സ്ട്രാറ്റജി വെച്ച് ബിസിനസ് തന്ത്രങ്ങളിലൂടെയൊക്കെ മെനഞ്ഞെടുക്കുന്നത് ആരാണ്? നമ്മുടെ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ. Health administration is the practice which manages, leads, oversee, administrators the operation of a dynamic, complex healthcare entities, including hospitals, long-term care facilities, healthcare systems, nursing homes, pharmacies, and health insurance providers. അങ്ങനെയാ ഈ മേഖലകളിലെല്ലാം അല്ലെ, നമുക്ക് ഈ ലാസ്റ്റ് പറഞ്ഞ മേഖലകൾ നോക്കാം. ഹോസ്പിറ്റൽസ്, ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്, health care systems, nursing homes, pharmacies and health insurance. അവിടെ എല്ലാം എന്താണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അവരെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ട രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതൊക്കെ നടപ്പിലാക്കുന്നതാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അവര് കുറെ തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടതുണ്ട്. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ is the practice
which manage leads overseas administrative operation dynamic complex health entities. അതായത് ഹെൽത്തുമായി ബന്ധപ്പെട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള കുറെ പ്രോബ്ലംസ് അനുസരിച്ചിട്ട് കുറെ അവര് മൊത്തത്തിൽ ഓവർസീ ചെയ്ത് തന്നെ അതിന്റെ ലീഡിങ്ങും കാര്യങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ അവര് വ്യത്യസ്ത മേഖലകളിൽ ഇപ്പൊ മിക്ക നമുക്കറിയാം വലിയ വലിയ ഹോസ്പിറ്റലുകൾ മാത്രം ലെവലിൽ ആ ഹോസ്പിറ്റൽ എന്ന ലെവലിൽ മാത്രമല്ല ഇപ്പൊ ഇത് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ സ്ഥാപിക്കുന്നത് എന്താണാവാം, ചിലപ്പോ നഴ്സിംഗ് ഹോം എന്ന പേരിലായിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റം, അല്ലെങ്കിൽ ലോങ് ടൈം ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്നൊക്കെയുള്ള ലെവലില് വ്യത്യസ്ത രീതികളിൽ തന്നെ ചെറിയ ചെറിയ ഫോമുകളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്ററിന് നല്ല റോൾ ഉണ്ട്. അതായത് നമ്മളുടെ സ്ട്രാറ്റജി അനുസരിച്ച് ഹെൽത്ത് തന്ത്രങ്ങൾ അനുസരിച്ചിട്ട് മെനഞ്ഞെടുത്തിട്ട് കുറെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ലീഡ് ചെയ്ത് എന്താണ് അവിടെ പ്രോഫിറ്റബിൾ ആക്കി അല്ലെങ്കിൽ നല്ല സേവനം കാഴ്ചവെക്കാനുള്ള പ്രധാനപ്പെട്ട റോള് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ചെറിയൊരു ഇത് കൂടെ പറഞ്ഞേക്കട്ടെ. 2 മിനിറ്റ് കൂടെ നോക്കിയിട്ട് the importance of a healthcare administration involves helping a facility operate daily, preparing programs for public, training new employees and assisting very patients. അതായത് ഇതനുസരിച്ചിട്ട് കുറെ പ്ലാനുകൾ ഉണ്ടാക്കേണ്ടതുണ്ടല്ലേ. അവർക്ക് നല്ല ഒരു പിടിച്ചു നിൽക്കാനായിട്ട് ഒരു സ്ഥാപനം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ലൊരു പേര് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല പല ടെക്നിക്സ് ഇവര് അപ്ലൈ ചെയ്യും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് എന്തെങ്കിലും സൗകര്യങ്ങൾ ഡെയിലി അവർക്ക് കൊടുക്കാൻ പ്രകാരം പ്രോഗ്രാംസ് ഓഫ് ദ പബ്ലിക്കിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് സംഘടിപ്പിക്കും. ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ് ആൻഡ് അസിസ്റ്റിംഗ് എവരി പേഷ്യൻസ്. അതായത് നല്ല സ്ഥാപനം എന്ന ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എംപ്ലോയീസിനൊക്കെ കൊടുക്കും. അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തും ലീഡ് ചെയ്തും കൈകാര്യം ചെയ്യുന്ന പേഴ്സൺ ആണ് അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റർ. ജസ്റ്റ് ഒന്ന് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൺക്ലൂഡ് ചെയ്യാം. Okay, thank you.